ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കല്യാണി പറയാണ്, ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അച്ഛനാണെങ്കിൽ പോലും ക്ഷമിക്കില്ല എന്ന് പറയുന്നു. കല്യാണി ചോദിക്കുകയാണ്, നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? കൊച്ചിലെ തൊട്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പശുക്കളുടെ കൂടെയാണ് നിങ്ങൾ എന്നെ കൊണ്ടിട്ടത്. എനിക്ക് ആഹാരം പോലും തന്നില്ല. അതൊന്നും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ദ്രോഹിച്ചത്. എൻ്റെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ വിഷം കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് സംസാരശേഷി പോയത്, അല്ലാതെ എൻ്റെ അമ്മ അഴുക്കായിട്ടോ എൻ്റെ അമ്മയുടെ വയറ് അഴുക്കായിട്ടോ ഒന്നുമല്ല എന്ന് പറയാണ് കല്യാണി. എൻ്റെ അമ്മ എൻ്റെ കഴുത്തിൽ മണി കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പുഴയിലെങ്ങാണം മുങ്ങി മരിച്ചു പോയേനെ. അങ്ങനെയുള്ള അമ്മയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയാണെങ്കിൽ ഒരു കുറവുമില്ലാതെ എൻ്റെ ഒപ്പം എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ കൂടെ നിർത്തിയേക്കുന്നതെന്നൊക്കെ കല്യാണി പറയുന്നു. ഈ ജന്മത്ത് കിട്ടിയ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ അമ്മയും എൻ്റെ കിരണേട്ടനും. പക്ഷേ ഈ ജന്മത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപം എൻ്റെ അച്ഛനാണെന്നൊക്കെ കല്യാണി പറയുന്നു. ശേഷം കല്യാണി വിക്രമിൻ്റെ അടുത്ത് ചെല്ലുന്നു. വിക്രമിനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിനക്ക് ഉപകാരം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? നിനക്ക് ചിത്രം പോലും വരച്ച് തന്നത് ഞാനല്ലേ? നിന്നെ ചിത്രം വരപ്പിക്കാൻ പഠിപ്പിച്ചത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ചതിയിലൂടെ ഒരു പെൺകുട്ടിയെ വരെ സ്വന്തമാക്കി, എന്നിട്ട് ആ പെൺകുട്ടി എത്ര നല്ലവളായിരുന്നു, അതിനെ വരെ നീ ഇല്ലാതാക്കി കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. കല്യാണി അതിനുശേഷം മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്, പ്രായമായില്ലേ, നിങ്ങൾക്കെങ്കിലും മാറിക്കൂടെ എന്ന്. രതീഷ് അപ്പോൾ പറയാണ്, ഇവരൊന്നും മാറത്തില്ല എന്ന്. കല്യാണി അപ്പോൾ പറയാണ്, ഉറപ്പായിട്ടും മാറും. കട്ടിലേ കിടക്കുമ്പോൾ ഉറപ്പായിട്ടും മാറും. അപ്പോൾ ആരെയും സഹായമില്ലാതെ വരുമ്പോൾ ഉറപ്പായിട്ടും മാറിയിരിക്കുമെന്നൊക്കെ പറയാണ്. കിരൺ അപ്പോൾ പറയാണ്, ഇത്രയും ദിവസത്തിനുള്ളിൽ കല്യാണി ഇതുപോലെ സംസാരിക്കുന്നത് ഇന്നാണെന്ന്. കല്യാണി പറയാണ്, എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ പറ്റും. നിങ്ങളെക്കാട്ടിലൊക്കെ ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റും. എനിക്ക് സൗണ്ട് കിട്ടി. ഇനി ഞാൻ സംസാരിക്കാത്ത കല്യാണിയല്ല, ഇനി ഞാൻ സംസാരിക്കുന്ന കല്യാണിയാണ്. നിങ്ങളുടെ രണ്ടാമത്തെ മകൾക്ക് സൗണ്ട് കിട്ടിയെന്നോർത്ത് നിങ്ങൾ ഇനിയും ജീവിച്ചോളാം എന്ന് പറയാണ്. കല്യാണി അത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. കിരൺ അപ്പോൾ 3 പേരോടായിട്ട് പറയാണ്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ്റിൽ പോയി ചാടാമെന്ന്. കല്യാണിയുടെ അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം ശബ്ദമാണോ ഇപ്പോൾ നഷ്ടമായത്? ഇനിയും ഞങ്ങൾ ഈ വീട്ടിൽ വരും. നിങ്ങൾക്ക് ഞങ്ങളെ കാണണ്ടെന്നുണ്ടെങ്കിൽ വേറെ വീടെടുത്ത് താമസിച്ചോളാം എന്നൊക്കെ പറയുന്നു. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രതീഷ് പ്രകാശിനോട് പറയുന്നുണ്ട്, കല്യാണിയുടെ തലക്കടിച്ച് കൊല്ലാൻ തോന്നുന്നുണ്ടോ എന്ന്. പക്ഷെ അതിനി നടക്കത്തില്ല. പഴയതുപോലെ തൊഴുത്തിൽ കിടന്ന കല്യാണിയല്ല, അവൾക്ക് വേണേൽ നിങ്ങളെ കൂടെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറയുന്നു. കാദംബരിയും അച്ഛനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്ന്. പ്രകാശനാണെങ്കിൽ തളർന്നിരിക്കുകയാണ്. അതിനുശേഷം പ്രകാശൻ വെളിയിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നു. പ്രകാശനാണെങ്കിൽ ഒട്ടും വയ്യാതെ നടന്നു പോവുകയാണ്. ആ സമയം രാജപ്പൻ അടുത്തേക്ക് വരുന്നു. രാജപ്പനാണെങ്കിൽ പ്രകാശനോട് പൈസ ചോദിക്കുകയാണ്. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വയ്യ, ഒരു ചെറിയ നെഞ്ചുവേദനയുണ്ടെന്നൊക്കെ. രാജപ്പൻ അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ കള്ളത്തരമൊന്നും എന്നോട് വേണ്ട, പൈസ തരാനുള്ളത് തന്നില്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. പ്രകാശനാണെങ്കിൽ ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ട് കുഴഞ്ഞു പോകുന്നു. അപ്പോൾ രാജപ്പനാണെങ്കിൽ കാറിൽ പിടിച്ചു കയറ്റുന്നു. രാജപ്പൻ പറയണം, നീ അങ്ങനെയൊന്നും മരിക്കാൻ പാടില്ല. അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ എൻ്റെ കാശ് ആര് തരും? അതുകൊണ്ട് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സേനനെയാണ്. സേനനാണെങ്കിൽ ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ ആ ഷോപ്പിൽ നിന്നും രൂപ ഇറങ്ങി വരുന്നു. രൂപയാണെങ്കിൽ സേനനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സേനനും വിചാരിക്കുന്നുണ്ട് രൂപയ്ക്ക് എന്തു പറ്റിയെന്ന്. രൂപ കാറിൽ കയറുന്നു. കാറിൽ കയറിയതിന് ശേഷം രൂപ വണ്ടി ഓടിച്ചു പോവുകയാണ്. ആ സമയത്ത് ഓർക്കുന്നുണ്ട്, എന്നാലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന്. സേനനെ കണ്ടതുകൊണ്ട് രൂപയ്ക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീട് രാജപ്പനാണെങ്കിൽ പ്രകാശനം കൂട്ടി വീട്ടിലേക്ക് വരുന്നു. എല്ലാവരോടുമായിട്ട് പറയാണ്, പ്രകാശനാണെങ്കിൽ ഒരു ചെറിയ നെഞ്ചുവേദന പോലെ വന്നു, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതാണെന്ന്. രായപ്പൻ പറയാണ്, കല്യാണി വിചാരിച്ചാൽ എൻ്റെ പൈസ തന്നു തീർക്കാവുന്നതേ ഉള്ളൂ എന്ന്. 60 വയസ്സുള്ള എന്നെ കൊണ്ട് പോലും കല്യാണിയെ നീ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ? അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. അവൾക്ക് ഭാഗ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ വിവാഹം കഴിച്ചതുകൊണ്ട് കിരണിനും ഉയർച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ നീയാണെങ്കിൽ എന്നെ കൊണ്ട് കെട്ടിപ്പിക്കാൻ തീരുമാനിച്ചത് അവളെ ഞാൻ ചവിട്ടിത്തേക്കുമെന്ന് കരുതിയിട്ടല്ലേ എന്നൊക്കെ പറയാണ്. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ഭാഗ്യം വിക്രമല്ല, വിക്രമാണെന്നെങ്ങാണം ഇനിയും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിന്റെ നെഞ്ചടിച്ചു പൊട്ടിച്ചിട്ട് എൻ്റെ പൈസ തരാൻ ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് രാജപ്പൻ അവിടെ നിന്നും പോകുന്നു. രാജപ്പൻ പോയി കഴിഞ്ഞിട്ട് വിക്രമും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്ന്. പ്രകാശൻ അപ്പോൾ പറയണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ നെഞ്ചുവേദന വരില്ലേ എന്ന് പറയാണ്.
പ്രകാശൻ പറയാ, ഹോസ്പിറ്റലിൽ പോയപ്പോൾ ECG എടുക്കേണ്ടതായിരുന്നു, പക്ഷേ അതിനൊന്നും പൈസ ഇല്ലാത്തത് കൊണ്ട് എടുത്തില്ല. നീ ഒരു രാജാവിനെ പോലെ വാഴുന്നത് കാണണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഈ ജന്മത്ത് അത് നടക്കത്തില്ലെങ്കിൽ പിന്നെ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത ജന്മമെങ്കിലും നടക്കുമല്ലോ എന്ന് പ്രകാശൻ പറയുന്നു. പ്രകാശൻ പോയതിനു ശേഷം മുത്തശ്ശി വിക്രമിനോട് പറയാണ് പ്രകാശിനെ ഒന്ന് സഹായിക്കാനെന്ന്. വിക്രം അപ്പോൾ പറയാം, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന്. മുത്തശ്ശി പറയാണ്, നിനക്ക് 10-25 വയസ്സായില്ലേ എന്ന്, എന്നിട്ട് നിനക്ക് പറ്റുന്നില്ല എങ്കിൽ കല്യാണിയുടെ അടുത്ത് പോയി ഇറക്കാൻ പറയുന്നു. പിന്നീട് സേനൻ ഡ്രസ്സുമായിട്ട് കിരണിൻ്റെയും കല്യാണിയുടെ അടുത്ത് ചെല്ലുന്നു. രണ്ടുപേരോട് ന്യൂ ഇയറിനുള്ള ഡ്രസ്സാണെന്ന് പറയാണ്. കടയിൽ പോയപ്പോൾ രൂപയെ കണ്ടെന്ന് പറഞ്ഞു. കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ സംസാരിച്ചോ എന്ന്. സേനൻ അപ്പോൾ പറയുന്നുണ്ട്, സംസാരിച്ചോ ഒന്നുമില്ല, പക്ഷേ പണ്ടത്തെ അത്രയും ദേഷ്യമില്ല, കുറച്ച് മാറ്റമുള്ളതുപോലെ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ സേനൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്, കല്യാണിയും കിരണും അത് നമുക്ക് ആഘോഷമാക്കണമെന്നൊക്കെ പറയുന്നു. സേനൻ പോയതിനു ശേഷം കിരൺ കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അമ്മ വരുമോ എന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്